കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ ദൈവമേ, അപ്പുണ്ണിയേട്ടൻ പോയിട്ട് ഇനി കുഴപ്പമാക്കുമെന്നാവും. ഉറപ്പായിട്ടും. അത് നിനക്കെങ്ങനെ അറിയാം? ആ മുഖം കണ്ട മനസ്സാവില്ലേ? മുതലാളി എന്നോട് ക്ഷമിക്കണം. എന്താണ് ഇതൊറ്റ വഴിയില്ല. എടാ തെണ്ടി തന്നെ ഒറ്റക്കിട്ടിട്ട് ഓടല്ലേടാ. അതെ, അമ്പിളി 6 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയാൻ പറഞ്ഞു. ആര് പറഞ്ഞു? അമ്പിളി അല്ല, മനോഹരൻ. അമ്മ പറഞ്ഞേ. അമ്മ ഞാൻ വന്നതേ കേബിളിന്റെ പൈസ കൊടുക്കാനാ. ഓഫീസിൽ പോയപ്പോ അടച്ചിട്ടിരിക്കുക. ഒന്ന് അമ്പിളി കൊടുത്തേക്കുവോ? അല്ലെങ്കിൽ വേണ്ട, ഇത് എന്നോട് പറഞ്ഞില്ല. ആര്? ഇത് വേണ്ട, ഇത് അമ്പിളിനെ നേരിട്ട് കാണുമ്പോൾ കൊടുത്താൽ മതി. മതിയോ? ഓ, കൈന്റെ ചെരുപ്പ് മാറിയില്ലേ? മാറിയില്ല. ഇവിടെ പറമ്പിലേ ഒരു ഇലയുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇല ഇവിടെ ഇല്ല. പൊക്കോ. ഇതെന്താ അമ്പിളി കാശേറ്റ് വന്നവരുടെ കാണണ്ടെന്ന് പറഞ്ഞ്? അവന് കാശ് വേണ്ടേ? വെറുതെ അല്ല അവൻ്റെ കയ്യിൽ ഒരു നേരത്തും കാശില്ലാത്ത. ഞാനിവിടെ എന്താ അവിടെ ഇരിക്കണത്? ഞാനേ പങ്കിയമാനെന്താ ഇതുവഴി? ഞാൻ ഊണ് കഴിക്കാൻ വന്നത്. ഞാനേ പിന്നെ ഒളിച്ചടിക്കുന്നത് അമ്പിളിയും ഞാനും പാത്തും പൊതുങ്ങിയിട്ട് ഇപ്പം വരും. നിങ്ങൾ കളിക്കുന്ന ഈ പ്രായത്തില് പ്രായമുണ്ടോ മാമൻ കളിക്കുന്ന? ഓടാ. മനോഹര എണീറ്റേ. ഒരു ആപത്ത് വന്നപ്പോ മനുഷ്യനെ ഒറ്റക്കിട്ട് ഓടിയിട്ടേ അവന് ഉത്തരത്തിൽ കാലും വെച്ച് നടക്കണം. പോയിറങ്ങി. എന്റെ മണ്ട മുതലാളി, ആ ഗുണ്ടയൊന്നുമല്ല. ആ കേബിളിന്റെ പൈസ തരാമെന്ന് ആ പുണ്യേട്ടൻ എല്ലാം പറഞ്ഞു. അതെ, ഗുണ്ടയാണെങ്കിലും പട്ടാളമാണെങ്കിലും എന്നെ നോക്കാൻ എനിക്കറിയാട്ടെ. നീ പോയേ. ഞാനെവിടെ പോണ്ട്? നീ ഇവിടെ നിന്ന് ഇറങ്ങി പോടാ. ഞാൻ പോവില്ല. നീ എന്താ അധികാരത്തിൽ ഇവിടെ കയറിയിരിക്കണം? നീ ഒന്നിന്റെ ഓഫീസിൽ പോവല്ല, നിന്റെ വീട്ടിൽ പോന്ന്. ആ മുതലാളിയും ഇതെന്ത് വേണത്? ഇതൊരു വീടല്ലേ? പറഞ്ഞു കൊടുക്കും. പങ്കിയമ്മ എന്റെ പുറകെ നടന്ന് ഇവൻ ശല്യം ചെയ്യണം. അവന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് പോണില്ലാന്ന്. ഞാൻ പോവില്ല. എവിടെ പോകൂലെന്ന്? ഞാൻ എവിടെ പോയില്ല. അറിയാലോ? എന്തറിയാൻ? ഇതിപ്പോ അവൻ നിന്നെ സഹായത്തിന് നിർത്തിയേക്കാണോ അതോ നീ അവനെ സഹായത്തിന് നിർത്തിയേക്കാണോ? എന്റെ തലവിധിയാണെന്ന് പറഞ്ഞാൽ മതിയല്ല. എന്തോ തക്കതായ തെറ്റ് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അതിന്റെ അപ്പുറത്ത് ഒളിച്ചിരുന്ന് എന്നെ പേടിപ്പിച്ചേ. എന്താ കാര്യം, എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ പറയാ ഞാനും അമ്പിളിയും കൂടി ഒളിച്ചു കളിക്കാന്ന് പറഞ്ഞു എന്നോട്. അല്ലെ എന്തിനപ്പോ ഇവൻ ഞെളിഞ്ഞ് നമ്മുടെ സോഫയിലിരിക്കുമ്പോ ഞാൻ അങ്ങനെ നിക്കണേ? അടുക്കളയിലേക്ക് ഇന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് കേട്ടാ. ആടാ അമ്പിളിയേ, നിന്റെ അങ്ങോട്ട് മാറിയിരുന്നേ. മാറിയിരിക്ക, ഞാൻ പോവില്ല. എടാ, നിന്റെ ഓഫീസിന്റെ ആ മച്ച് പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞു പോയിട്ടേ പണിക്കാരെ ആരെങ്കിലും കിട്ടിയോ? അത് പണി നടക്കണ്ട്. 3-4 പേരുണ്ട്. ആണോ? അച്ഛാ, ഒരു 10-25,000 രൂപ ഒന്ന് തിരിക്കാനുണ്ടാവോ? അച്ഛൻ്റെ എവിടെയാടാ കാശ്? അച്ഛൻ്റെ ഒരു പൈസ ഒന്നുമില്ല. അച്ഛൻ്റെ കയ്യിൽ കാശില്ല, അമ്മയുടെ പെട്ടിയിലാണ്. അച്ഛനൊന്ന് മൂളിയ തരൂ. അതാ ഞാൻ മൂളി കഴിഞ്ഞാൽ അമ്മയുടെ വടി നോട്ട് അച്ചടിച്ച് പൊങ്ങി വരും. നീ എന്തുകൊണ്ടാ പറയുന്നത്? അച്ഛൻ ഇപ്പൊ ഒന്നും വർത്താനം പറയണ്ട. ഒരു പൈസ എടുത്തിട്ട് കൊടുത്തന്നെ അമ്പിളിക്ക്. അച്ഛനോ? അല്ല, അമ്പിളിയുടെ അച്ഛനാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ പോവാ, എന്നിട്ട് നിന്റെ അച്ഛനോട് കുറച്ച് പൈസ തിരിക്കാൻ പറയും. അതിന് ശേഷം നമുക്ക് മുതലാളിയുടെ അച്ഛനോട് മറക്കാൻ പറയാം. പറ്റുമോ? അച്ഛൻ തിരിക്കൂല. തിരിക്കില്ല. എന്നാ ഈ അച്ഛനും മറക്കില്ല. അവിടെ പോയിരുന്നേ, അവിടെ പോയിരിക്കും. കുടുംബകാര്യങ്ങൾ പറയണതിൻ്റെ ഇടയിൽ വരണ്ട. ഇതിനെന്തിനൊക്കെ കുറച്ച് തിന്നാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുപോയി നേരാക്കുക, എന്നിട്ട് ആ ഓഫീസ് നേരാക്കുക, അല്ലെങ്കിൽ നിന്റെ ജീവിതം പോവും. ആരുമില്ലേ ഇവിടെ? ആരാ? ആളില്ലേ? ആരാടാ
മജീദ് എന്തേ ഒരു കാര്യം പറയാണ്. എന്നാ വാ കയറിക്ക്. ഇല്ല ഒന്ന് വന്നേ. വാന്ന് കയറിക്കണോ? ഇല്ല പങ്കിയമ്മാവനൊന്ന് വന്നേ പറയട്ടെ. വന്നേ. എല്ലാവരും എന്നെ പങ്കിയമ്മ എന്നാ വിളിക്കുന്നത്. എന്തേ വന്നേ. ആരാടാ അമ്പിളിയാ വന്നേ? ആ അറിയാൻ പാടില്ല ചതേ. പങ്കിയമ്മാവനെ അന്വേഷിച്ച് വന്നാണ്. പുള്ളി പാർട്ടിക്കാരനല്ല, എന്തെങ്കിലും കാര്യം സാധിക്കാനായിരിക്കുള്ളൂ. മനോര നീ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാട്ടാ, അവിടെ ഇരുന്നോ. എന്താടാ? ഇല്ല എല്ലാത്തിനും വന്ന് ഇടപെടും, അതുകൊണ്ടാണ് അവിടെ ഇരുന്നോട്ടെ. ശരിയാ ശരിയാ. നിങ്ങളും വയ്ക്കുവാണെങ്കിൽ പങ്കിയമ്മാവ എന്നെ ഒന്ന് സഹായിക്കണം. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. മജീദ് നിങ്ങൾ എന്റെ കാല് പിടിച്ചിട്ടൊന്നും കാര്യം നടക്കില്ല. അറിയാലോ നമ്മളിപ്പോ പ്രതിപക്ഷത്തല്ലേ, ഭരണപക്ഷത്തല്ലല്ലോ. നിങ്ങൾ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും നിങ്ങൾ ഇപ്പൊ എന്റെ പക്ഷത്തേക്കണം. എന്താ കാര്യം? അമ്മാവനറിയാലോ, എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ, ഷാഹിന. അവക്കൊരു നല്ല ബന്ധം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അവക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഞാൻ. അതാണ് കാര്യം. നമ്മുടെ പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരാളില്ലേ റഹീമിനെ അറിയാലോ? പിന്നെ റഹീമിന്റെ അനുജൻ ഒരാളുണ്ട് ഷുക്കൂർ. മാർക്കറ്റില് തന്നെ മാർക്കറ്റിൽ പച്ചക്കറിയുടെ ഹോൾസെയിൽ കച്ചവടമൊക്കെയാണ് അവന്. തരക്കേട്ടില്ല. നല്ല പയ്യനല്ലേ, നമുക്ക് അതങ്ങോട്ട് ആലോചിച്ചാലോ? നിങ്ങൾ ഇതെന്തോന്ന് പറയണത്? പിന്നെ ചെറുക്കനെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ഒരു പെണ്ണ് കാണാൻ വരും. 2-3 ആഴ്ച കഴിഞ്ഞാൽ കല്യാണം. അത് ശരി. മജീദ്ക്ക നിങ്ങക്ക് എന്റെ സ്ഥിതി എന്താണെന്ന് അറിയാത്തോണ്ടാ. നാളുകാരും വിറ്റ് തക്കട തരകയുടെ പരിപാടിയായിട്ടാ ഞാൻ പോണേ. അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലോ ഈ രാഷ്ട്രീയം അല്ലാതെ. 10 പൈസ എൻ്റെ കയ്യിലില്ല. എന്റെ പങ്കിയമ്മാവ അതല്ലെന്ന്. കാശ് കടം ചോദിക്കാൻ വന്നല്ലേ. കാശൊക്കെ ആവശ്യം പോലെ ഞാൻ അവൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നിങ്ങളുടെ കാര്യം എന്താ വെച്ചാൽ അതങ്ങോട്ട് പറയൂന്നേ. കാര്യം എന്താന്ന് വെച്ചാല് അവളുടെ മനസ്സിലെ ഒരുത്ത കടന്നു കൂടിയിട്ടുണ്ട്. അയ്യോ ഈ പ്രായത്തില് ആ കുട്ടിക്ക് അങ്ങനെ ഒരു തോന്നല്? ആരത്? 3ാമത്തെ അനന്തരവൻ. മഷീദ് കടയാ? എന്റെ പങ്കിയമ്മാവിന്റെ 3ാമത്തെ അനന്തരവൻ അമ്പിളിക്കുട്ടൻ. അമ്പിളിക്കുട്ടനോ? ആരെന്ന് പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കൂലായിരുന്നു. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടേണ്. അവരിട്ട് 2 കൊടുക്കാമെന്ന് വിചാരിച്ചേണ്. പിന്നെ ആലോചിച്ചപ്പം അവൻ മാത്രമല്ലല്ലോ തെറ്റിയാരെ, എൻ്റെ മോളും ഉണ്ടല്ലോ. അതുകൊണ്ട് വിട്ടിളങ്ങിയാണ്. ഇതിപ്പോ മോളോട് ഒന്നുകൂടി പറഞ്ഞു നോക്കാറുന്നില്ലേ മജീദ്? പറഞ്ഞപ്പോ അവള് പറയണ് അമ്പിളിക്ക ഇല്ലാത്തൊരു ജീവിതം അവക്കില്ലെന്ന്. കുമ്പിളിക്കാണ്. ആ കുട്ടിക്ക് കാര്യം എന്താണെന്ന് അറിയാത്തോണ്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ ചേക്കനെ കൊണ്ട് 10 പൈസ കുടുംബത്തിനോട് ഉപകാരമില്ല. ആകെ ഈ കേബിളായിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കാന്നല്ലാതെ. ഈ പെണ്ണും കൂടി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേബിളിൽ കെട്ടി തൂങ്ങും. ഇത് കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് കെട്ടി തൂങ്ങും. ഞാൻ എന്ത് ചെയ്യണം? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഈ ഊരാ കൊടുക്കുന്ന എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഊരി തരണം. സഹായിക്കണം. മജീദൊക്കെ തൽക്കാലം പോകാൻ എൻ്റെ തലയുടെ തെരുപ്പൊന്ന് മാറട്ടെ. ആരാടാ? എന്തിനാ അയാൾ വന്നേ? അതെന്റെ ഒരു പഴയ സുഹൃത്താ മജീദക്ക. പഴയൊരു പാർട്ടി പ്രവർത്തനൊക്കെയാണ്. ഒന്നുമില്ല. അപ്പൊ ഇവൻ അവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രേ അമ്മാവാ കേബിൾ കണക്ഷൻ കൊടുത്തില്ലേ? കേബിൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെന്തേ? അല്ല ഞാൻ നെറ്റാണെന്ന് കരുതിയിട്ടേ. അതെ. അപ്പൊ ആ കണക്ഷൻ അയാൾക്ക് ഭയങ്കര തലവേദനയായിട്ട് മാറിയിരിക്കുക. അയ്യോ അതെന്താ? അല്ല അയാൾക്കൊരു മകളുള്ളേ. ആണോ? ആ ഒരു മകളുള്ളൂ അയാൾക്ക്. അപ്പൊ ഈ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കറിയാലോ, അത്ര കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ പെൺകുട്ടി സദാസമയം ഈ ടിവിയുടെ മുമ്പിൽ ഒറ്റ ഇരിപ്പാത്രേ.
അപ്പൊ ആ കണക്ഷൻ എത്രയും പെട്ടെന്ന് അയാൾക്കൊന്ന് കട്ട് ചെയ്യണം. എടാ എന്നാ പിന്നെ ആ കണക്ഷൻ കട്ട് ചെയ്ത് കൊടുക്കടാ. അതങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല അമ്മ. എന്താ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തത്? അല്ല, അത് നല്ല പഴക്കമുള്ളൊരു കണക്ഷനാണ്. ഓ, അത്ര പഴക്കമുണ്ടോ? അത് തുടങ്ങിയ കാലത്ത് കൊടുത്തു പോയതാണ്. ആണല്ലേ? അതങ്ങോട്ട് വലിച്ചു പറിച്ച് കളഞ്ഞാ പോരെ. അങ്ങോട്ട് വന്നേ. ഞാൻ വരൂല. നീ വരും. ഒരു കണക്ഷൻ കട്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ട് ബലരാമേട്ടാ? നല്ല കണക്ഷൻ ആയിരിക്കും. മജീദ് എന്തിനാ വന്നതെന്ന് മനസ്സിലായില്ലേ? കാര്യം എന്താന്ന് പിടികിട്ടില്ലോ അല്ലേ? അതേ, പണ്ട് കൊല്ലും കൊല വരെ നടന്നിട്ടുള്ള തറവാടത്. നീയായിട്ട് അത് വർഗീയ ലേളയിലേക്ക് എത്തിക്കണ്ട. എന്താ നിന്റെ ഉദ്ദേശം? അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാൽ ഈ കണക്ഷൻ ഞാൻ ഡിസ്കണക്ട് ചെയ്യൂല. ഞാൻ ലൈഫ് ലോങ് ചാർജ് ചെയ്ത് പോയി. അതാണ്. അമ്പിളി, നീ എന്താ ഉദ്ദേശിക്കണത്? എനിക്കത് മനസ്സിലാവണില്ല. ഇത് ചേച്ചി എങ്ങാനും അറിഞ്ഞാണ്ടല്ലോ നിന്റെ കാലിന്റെ മുട്ട് തല്ലി മുഴുകിയോള്. അമ്മാവൻ ഞാൻ ഇതിന്നെങ്ങാനും പിന്മാറിയ ഒരു ആത്മഹത്യ നടക്കും. എന്താ, നീ മരിക്കോ? ഞാൻ മരിക്കല്ല, അവള് തൂങ്ങിച്ചാവും. അവക്ക് എന്തെങ്കിലും അവക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മരണം നടക്കും. എന്താ, നീ ആത്മഹത്യ ചെയ്യും? ആത്മഹത്യയല്ല, അത് കൊലപാതകം ഒരിക്കുള്ളൂ. അവൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾ വന്ന് എന്നെ തല്ലിക്കൊല്ലോ. അയാൾ വന്ന് എന്നെ തല്ലിക്കൊല്ലോ, അല്ലെങ്കിൽ അയാൾ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താൽ ഞാൻ പോയി അകത്ത് കിടക്കേണ്ടി വരും. നിന്നെ തല്ലിക്കൊന്നിട്ട് പിന്നെന്തിനാണ് നീ പോയിട്ട് സ്റ്റേഷനിൽ പോയി കിടക്കണേ? എന്റെ ആവശ്യം വരുന്നില്ലോ. അല്ല, ഇനി അതിന്റെ സിറ്റുവേഷൻ അങ്ങനെ വന്നില്ലെങ്കിൽ തന്നെ ഞാൻ അകത്ത് പോയി കിടക്കേണ്ടി വരും. അമ്മാവനും പാർട്ടി ഒന്ന് ഇടപെട്ടിട്ട് എന്നൊന്ന് സഹായിക്കണം. കയ്യെടുത്തേ. നിന്റെ പ്രണയം ഉണ്ടാക്കലല്ലേ ഞങ്ങൾ പാർട്ടിക്കാരുടെ പണി. വാപ്പിച്ചിക്ക് ആ മുൻസൗര്യം ഷാഹിനാടാ. അതെ, നീ വെറുതെ തമാശയിലേക്ക് ഇരുന്നിട്ട് വിചാരിക്കണ മാതിരിയല്ല കഥ. അമ്പിളി അമ്മാവൻ എന്നെ സഹായിക്കും. അമ്പിളി അമ്മാവനോ? അല്ല, അമ്പിളിയുടെ അമ്മാവൻ എന്റെ കൂടെ നിക്കണോന്ന് അമ്മാവനറിയാല. ചെറുപ്പകാലം തൊട്ട് ഞാൻ ആഗ്രഹിച്ചതൊക്കെ മേടിച്ചു തന്നിട്ടുള്ള എന്റെ അമ്മാവനാണ്. ചോറ്റാനിക്കര അമ്പലത്തിൽ ഉത്സവത്തിന് ആ വെള്ളം ചീറ്റിക്കണ തോക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അമ്മാവൻ എനിക്ക് മേടിച്ച ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അതേപോലെയാണോ ഇത്? അമ്മാവനല്ലാതെ എനിക്ക് ആരുമില്ല ഈ കാര്യത്തില്. അമ്മാവനും കൂടി എന്റെ കൂടെ നിന്നില്ലെങ്കിൽ അമ്പിളി ഇല്ല. അമ്മാവൻ എന്നെ സഹായിക്കണം. എന്റെ ദൈവമേ, എനിക്ക് തല ഇറങ്ങിയിട്ട് പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു. എനിക്ക് ബസ്സും കൂടി വേണം. ബസ്സും കൂടിയോ? നമ്മള് കാറ് വാങ്ങിയല്ലോ. ബസ്സും കൂടി വേണം. അത് അച്ഛൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ബസ്സൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛൻ ബസ്സൊക്കെ ഓടിച്ചു തരാം. നന്നായിരിക്കും. ബസ്സൊക്കെ ഓടിച്ച് അച്ഛൻ വരും. ബസ്സും കാറൊക്കെ ഓടിച്ചു കഴിഞ്ഞോ? രണ്ടുപേരും ഫുഡ് കഴിച്ചില്ലേ? എന്നാ പിന്നെ അമ്മമ്മയോടെ പോയി കിടന്നുറങ്ങി. ചെല്ലേ ഞങ്ങള് രണ്ടും കൂടെ കഥ പറഞ്ഞിട്ട് ഇവിടെ കിടക്കാം. അല്ലല്ല, ഇന്ന് അമ്മൂമ്മ ഒരു അടിപൊളി കഥ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. രാജകുമാരന്റെ കഥ. എന്നാലും ആമയുടെ മുയലിന്റെയും കഥയുണ്ട്. അത് അമ്മൂമ്മ പറഞ്ഞു നല്ല പ്രേത കഥയുണ്ട്. രാത്രി കേട്ടിട്ട് കിടക്കാൻ പറ്റിയ കഥ. എന്റെ പൊന്നല്ലേ ചെന്ന് എന്റെ മുത്തി ചെന്ന് ഗുഡ് നൈറ്റ്. ഒരു ഉമ്മ സൂപ്പറായിട്ട് ചെല്ലിട്ട് അമ്മൂമ്മയുടെ അടുത്ത് നമുക്ക് പോയി കിടന്നു. ഗുഡ് നൈറ്റ്. ചെല്ല. ബസ്സൊക്കെ ഓടിച്ച് ക്ഷീണിച്ചല്ലേ? പകലും കഴിക്കാം. വാ. ഇതാരും രാത്രിയില്. ഹലോ. എന്താടോ പങ്കിയമ്മാവാ? എന്തായി നിന്റെ കോൺഫറൻസ് ഒക്കെ? കോൺഫറൻസൊക്കെ കഴിഞ്ഞു. ഞാന് ഭക്ഷണം കഴിക്കാൻ പോവാ. ഭക്ഷണമൊക്കെ ഉണ്ടോ അവിടെ? ഫ്രീ ആയിട്ട്? ഫ്രീ അല്ല, പൈസ കൊടുക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല മാവ, എന്താ പതിവില്ലാതെ ഈ സമയത്ത് വിളിച്ച കാര്യം എന്ന് വെച്ചാലേ, നിന്റെ അനുജണ്ടല്ലോ അമ്പിളി. എന്താ നീ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ പറയണേ? എന്തു പറ്റി? നീ വല്ല വിവരം അറിഞ്ഞോന്ന്? ചാടി പോയോ? ചാടി പോയിട്ടില്ല, ചാടി പോവും. ചാടി പോകുന്നോ?
എടാ അവൻ ഈ ചക്കരപ്പറമ്പിലുള്ള ഒരു മുസ്ലിം കുടുംബത്തിലൊരു പെൺകുട്ടിയായിട്ട് ലൈനാ. ലൈനോ? ആ, ലൈൻ എന്ന് പറഞ്ഞ പ്രേമം. പ്രേമോ? ആ പ്രേമം എന്താ നീ കേട്ടിട്ടില്ലേ? പ്രേമെന്ന് അല്ല, ചന്ദ്രന്. വീട്ടിലാരെങ്കിലും അറിഞ്ഞോ? ഇവിടെ ഇപ്പൊ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ ചേച്ചി അളിയനൊക്കെ അറിഞ്ഞുള്ള സ്ഥിതി എന്താ? എന്താ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ തുടങ്ങിയ ചെയ്യാ? പിന്നെ നീ എപ്പോഴാണ്ട് വരിക? ഞാൻ നാളെ എത്തും. രാവിലെ എത്തുവോ? ഓ, രാവിലെ എത്തും. ആ, ശരി ശരി. ആർക്കാ പ്രേമം? അമ്പളിക്കുട്ടന് പ്രേമാണെന്ന്. അത് അവിടെയുള്ള ഏതൊരു മുസ്ലിം പെൺകുട്ടിയായിട്ട്. നല്ല കാര്യല്ലേ പ്രേമം? നല്ല കാര്യം. അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊല്ലും. ഇപ്പൊ എന്തായാലും ജോത്സ്യം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കരക്കെടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാം. അല്ല, നാളെ പോവാന്ന് പറഞ്ഞു. ആ, നാളെ പോണം. പോയിട്ട് അവനെ കാര്യമായിട്ടൊന്ന് ഗുണദോഷിക്കാനുണ്ട്. ആര്? ഏട്ടനോ? പറ്റിയ ആളെ ഉപദേശിക്കാൻ. നീ ഭക്ഷണം എടുത്ത് വെച്ചേ, കളിക്കാൻ നിൽക്കാതെ. ഗുണദോഷിക്കാൻ പറ്റിയ ആളെ. മാളു, അച്ചിറങ്ങണേ കേട്ടോ. അച്ഛാ, അടുത്ത തവണ വരുമ്പോളേ എനിക്ക് ഓയിൽ കളറും കൂടെ മേടിച്ചായിരുന്നേ. ഓയിൽ കളറൊക്കെ അച്ഛൻ വാങ്ങിച്ചു തരാം. ആദ്യം അച്ഛൻ കൊണ്ടുവന്ന കളറൊക്കെ ഇല്ലേ, നീ അതൊക്കെ വെച്ച് നന്നായി ചിത്രങ്ങൾ വരയ്ക്കി. എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അച്ഛനെ കാണിക്കണം. അപ്പൊ അച്ഛൻ വാങ്ങിച്ചു തരാം. അയ്യോ, ഇനി അച്ഛന് കുഞ്ചുവിനോടാണ് ഒരു കാര്യം പറയാനുള്ളത്. നിനക്ക് തരുന്ന ഭക്ഷണം നീ തന്നെ കഴിക്കണം. ഇല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും എടുത്ത് കഴിക്കും. അയ്യോ, അച്ഛനിങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും പറഞ്ഞ വളിച്ച തമാശക്ക് ഇത്രയും ചിരിക്കാൻ നിക്കണ്ട കേട്ടോ മോള്. കൊണ്ടു അമ്മേ, അനന്തേട്ടൻ ഇറങ്ങാന്ന്. ദാ വരുന്നു. ഇറങ്ങട്ടമ്മേ. 2 ദിവസം കൂടി കണ്ടു പോയാ പോരെ? ഇനി 2 ദിവസമോ? ആ, അപ്പൊ ഓഫീസിൽ പോകുന്നു വേണ്ടേ? 2 ദിവസം ലീവ് എടുക്കണം. എന്ത് പറഞ്ഞ ലീവ് എടുക്കും? അമ്മായിമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ മതി. അമ്മായിമ്മ എന്ന് പറയണ അമ്മയാണ്. ആ, ഞാനിവിടെ ഇല്ലേ, അങ്ങനെയെങ്കിൽ 2 ദിവസം ലീവ് ഇടണ കിട്ടട്ടെന്നേ. ഒന്ന് പോവാമേ. അതെങ്ങനെയാ അമ്മേ? മന്ത്ലി കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വീക്കിലി കോൺഫറൻസ് ആക്കണം. അങ്ങനെ വീക്കിലി കോൺഫറൻസ് ആക്കാൻ പറ്റുമോ ഏട്ടാ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഡെയിലി കോൺഫറൻസ് ആക്കാം. ഇവിടെ അങ്ങ് കൂടാ, പണിക്കൊന്നും പോണ്ടല്ലോ. സുഖല്ലേ? നല്ലതാ. അന്ന് പിന്നെ അത് ആലോചിച്ചൂടെ? ഒന്ന് പോയല്ലേ തെരി. മക്കളെ, അച്ഛൻ പോക്കോട്ടെ. വന്നേ. നിക്കുവോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അച്ഛനോട് ഒത്തിരി ജോലിയുള്ളതല്ലേ അല്ലേ അച്ഛാ? നിങ്ങളുടെ രണ്ടുപേരുടെയും കൊച്ചച്ഛന്മാരുടെ കല്യാണം നടത്തണം, പശുവിനെ നോക്കണം, പറമ്പ് നോക്കണം അല്ലേ? എന്റെ പൊന്നു ദേവികെ, ഇറങ്ങാൻ നേരത്ത് നീ ഈ വക ഒന്നും പറയാതിരിക്കും പ്ലീസ്. ഇറങ്ങോട്ടെ. ശരിയാ. ഓക്കെ. അല്ല പങ്കിയമ്മാവ, നിങ്ങൾക്ക് അറിയായിരുന്നോ? എവിടെന്ന്? ഇത് മജീദ് വന്ന് ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ ഒരു കണക്ഷൻ വാങ്ങിക്കൊണ്ട് കൊണ്ടുപോയി കൊടുത്ത കാര്യം ഞാൻ അറിയണത്. അതല്ലാന്ന്, ഈ മജീദിനെ അറിയോന്ന്? ആ, മജീദ് ഖാൻ അറിയാം. മജീദ് ഖാൻ ഇതിനു മുൻപ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും ജാഥയ്ക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ അറിയാം, ഇപ്പൊ ഒന്നിനും വരാറൊന്നുമില്ല. ഇപ്പൊ ആരാ നിങ്ങളുടെ പാർട്ടിയിൽ വരിക? ഒരു മനുഷ്യ ആ പാർട്ടിയിൽ നിൽക്കില്ല കേട്ടോ നിങ്ങളുടെ. അതിപ്പോ എന്താ വിഷയം? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അമ്പിളിയുടെ കാര്യം മാറ്റിയിട്ടേ പാർട്ടിക്കാര്യം സംസാരിക്കാൻ. എന്താ നിനക്ക് അറിയേണ്ടത്? അല്ല, അവന്റെ കാര്യം പറയുന്നതിനേക്കാൾ നല്ലത് പാർട്ടിക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ലത്. എടാ അനന്ത, എന്തിനാ ഞാൻ നിന്നെ ഇപ്പൊ ഇവിടെ വിളിപ്പിച്ച്? എടാ, അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനാക്കണ്ടേ?
ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മജീദ് അവനെ തല്ലിക്കൊല്ലും. ഞാൻ എന്ത് തീരുമാനം പറയാനാണ്? ഇത് വിഷയം ഇതല്ലേ എന്ന് വിചാരിച്ചിട്ട് നിനക്കൊന്നും പറയാല്ലേ? നീ ഒരു ചേട്ടനല്ലേ? ചേട്ടനാന്ന് വിചാരിച്ചിട്ട് നിനക്ക് പറയാലോ. എടാ, ഞാൻ നിങ്ങളുടെ മൂത്ത ആളാണ്. ഞാൻ ഇന്നവരെ ഈ വക ഒരു അലമ്പ് പരിപാടിക്ക് നിന്നിട്ടില്ല. നിങ്ങൾക്കൊരു ചീത്തപ്പേര് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്നെ കണ്ടിട്ടെങ്കിലും നിങ്ങൾ പഠിക്കണ്ടെന്നുള്ളൊരു വാക്ക് നിനക്ക് പറഞ്ഞൂടെ? ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? കേൾക്കില്ലല്ലോ. ഞാൻ പറഞ്ഞവൻ കേൾക്കുവോ? അതും ഈ വിഷയമായതുകൊണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞാലേ കേൾക്കുക. അമ്മാവനൊന്ന് പറഞ്ഞു നോക്കുക, അതാ നല്ലത്. ഞാനിതൊക്കെ പറഞ്ഞു നോക്കി. എനിക്ക് പറ്റാത്തോണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞ അവൻ അത്ര അങ്ങോട്ട് സീരിയസ് ആവണില്ലേ? അത് അതാ ഇത് ഇവിടെ അറിഞ്ഞ പറഞ്ഞില്ല. ഈ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയായ അതിനല്ലേ പറയണത്. എല്ലാവരും നിന്റെ മാതിരിയാവോ? അല്ലെങ്കിൽ വിചാരിക്കണ്ടേ എന്റെ മൂത്ത ഒരുത്തണ്ട അത് ഇങ്ങനെയാണ് ജീവിക്കണത്, അത് കണ്ടു പഠിക്കണമെന്ന് ഞാൻ വിചാരിക്കണ്ടേ? വിചാരിച്ചില്ലല്ലോ. ഇതിപ്പോ നീയോ ഞാനോ പറഞ്ഞിട്ട് അവൻ കേട്ടിട്ടില്ല വെച്ചാൽ പിന്നെ ജീവിതത്തിൽ അവൻ കേൾക്കേണ്ട വരില്ല. അവന്റെ 2 ചെവി ഉണ്ടല്ലോ, അത് ആ മജീദ് തല്ലി പൊളിക്കും. ആ അതാണ്ടാവുക. മനോഹര അവനിപ്പോ ആളിയിട്ടുണ്ടട്ടാ. എന്തിനു പേടിക്കുന്നു? ഞാനുണ്ടല്ലോ കൂടെ. വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ടാട്ടാ. എന്താ അമ്മ വിളിച്ചത്? ഞാനല്ല, അനന്തനല്ലേ വിളിച്ച. അവനോട് ചോദിക്കേ. എന്താ ഏട്ടാ?